കോൺട്രാക്ട് വൈഫ്. രചന ആതിര വിഷ്ണു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഗായു ആശ്വാസത്തോടെ അവന്റെ നെഞ്ചിൽ പതുങ്ങുമ്പോൾ അഴിക്കുന്തോറും മുറുകി വരുന്ന കുരുക്കുകൾ ആലോചിച്ചുകൊണ്ട് അവന്റെ ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കുന്നുണ്ടായിരുന്നു. ബേസ്മെന്റിന്റെ വാതിൽ തുറന്ന് മുന്നോട്ട് വരുന്ന രൂപത്തെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞ ഭയത്തോടെ മയ്യും വൈദ്യവും നോക്കി. ഫുൾ ബ്ലാക്ക് സ്യൂട്ടിൽ ഗാർഡ്സിനൊപ്പം വന്നിരിക്കുന്ന DM. പീലിയൊപ്പം ഉണ്ടാകുമ്പോഴുള്ള ഭാവമല്ല അവനിൽ. ഇരയെ നോട്ടമിട്ട് അവർക്ക് നേരെ കുതിക്കാൻ നിൽക്കുന്ന സിംഹത്തിനെ അനുസ്മരിപ്പിക്കും പോലെ. അത്രയും നേരമുണ്ടായിരുന്ന ധൈര്യമൊക്കെ ഇരുവരിൽ നിന്നും ചോർന്നുപോയി. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഒരക്ഷരമിണ്ടാതെ അവർ തറഞ്ഞുപോയി. കത്തുന്ന പകയോടെ ദക്ഷ അവരെ നോക്കി. പീലിയെ കൊല്ലാൻ തീരുമാനിച്ച് നടത്തിയ പ്ലാൻ മുതൽ അതിനായി അവർ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും അവനുള്ളിലൂടെ കടന്നുപോയി. ഈ മനുഷ്യർക്കൊരു സ്വഭാവമുണ്ട്. കാട് കയറി സ്വൈര്യവിഹാരം നടത്തുന്ന വൈൽഡ് അനിമൽസിനെ അങ്ങോട്ട് ചെന്ന് ഡിസ്റ്റർബ് ചെയ്യുക. ദക്ഷിന്റെ മുഴക്കമുള്ള ശബ്ദത്തിൽ മയ്യും വൈദ്യവും പേടിച്ചു വിറച്ചുകൊണ്ട് അവനെ നോക്കി. അവർക്ക് തൊട്ടു മുന്നിലായി ചെയറിൽ നിന്നുകൊണ്ട് അവൻ രണ്ടുപേരെയും നോക്കി വന്യമായി പുഞ്ചിരിച്ചു. എന്റെ സാമ്രാജ്യമാണിത്. 20 വയസ്സിൽ തുടങ്ങി ഞാൻ കെട്ടിപ്പടുത്ത എന്റെ എംപയർ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതല്ലൊന്നും. വർഷങ്ങളുടെ എന്റെ കഷ്ടപ്പാട്. ഇന്നൊരു രാജ്യം വിലക്കെടുക്കാനുള്ള പണം എന്റെ കയ്യിലുണ്ട്. എന്റെ അപ്പയടക്ക് ഒരുപാട് പാവങ്ങളെ കൊന്നൊടുക്കിയ പണം, അതൊരു ഡിസാസ്റ്ററാ. നിങ്ങളെ പോലെ. അത്രയും സമയം ഉണ്ടായിരുന്ന ഭയം മറന്നുകൊണ്ട് വൈദ്യവന് നേരെ ചീറി. അടുത്ത നിമിഷം ലോഡ് ചെയ്ത ഒന്നിലധികം പിസ്റ്റൾസ് അവിടെ തലയ്ക്ക് നേരെ ഗാർഡ്സ് പോയിന്റ് ചെയ്തു. മരണം അടുത്ത് കണ്ട പോലെ വൈദ്യുവിന്റെ കണ്ണുകൾ തുറിച്ചു വന്നു. മൈ ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ച് കളഞ്ഞു. ഏയ് നോ, ഒരു ബുള്ളറ്റ് പോലും വെറുതെ കളയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് മുസ്തഫ. പൊട്ടിത്തെറികളൊന്നുമില്ലാതെ തീർത്തും ശാന്തമായിരുന്നു DMന്റെ സംസാരം. ആ ആജ്ഞ അനുസരിക്കുന്ന പോലെ മുസ്തഫയും ബാക്കി ഗാർഡ്സും വൈദ്യുവിന് നേരെ ചൂണ്ടിയ പിസ്റ്റൾസ് മാറ്റിപ്പിടിച്ചു. എന്നെ എൻകൗണ്ടർ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോ മിനിമം എന്നെ കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കണമായിരുന്നു വൈദേഹി IPS. അത്രമേൽ ദൃഢതയുള്ള അവന്റെ സ്വരം. മയ്യും വൈദ്യവും പതറിക്കൊണ്ട് അവനെ നോക്കി. കാണുന്ന എല്ലാവരെയും കാരണമില്ലാതെ കൊല്ലാൻ ഞാനൊരു സൈക്കോപാത്തല്ല. പ്രത്യേകിച്ച് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ആളുകളെ പിടിച്ചു കൊന്നിട്ട് എനിക്കെന്ത് നേട്ടം? അതും എൻ്റെ ഫേമിൻ്റെ മെഡിസിൻ ഉപയോഗിച്ച് ഞാനത് ചെയ്യൂ. അത്ര പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത IPS. ദക്ഷ പുച്ഛത്തോടെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ചെയറിൽ നിന്ന് എഴുന്നേറ്റു. പിന്നെ നീ പറഞ്ഞ കില്ലർ ആരാണെന്നറിയോ വൈദേഹി? ഇറ്റ്സ് യുവർ ഫാദർ, സയന്റിസ്റ്റ് സുബ്രഹ്മണ്യ അയ്യർ. എന്റെ അപ്പ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾ ചെയ്ത ക്രൂരത എന്റെ അപ്പയുടെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല. വൈ ഷുഡ് ഐ ഹെസിറ്റേറ്റ് ടു ടെൽ യു? ഇനി നിമിഷങ്ങൾക്കുള്ളിൽ മരിക്കാൻ പോകുന്ന നിന്നോട് ഞാനെന്തിനെ കള്ളം പറയണം? ക്രൂരമായ പുഞ്ചിരിയോടെ ചോദിക്കുന്നവനെ പകപ്പോടെ വൈദ്യു നോക്കിപ്പോയി. എന്നാലും അപ്പ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കാൻ അവൾക്ക് പ്രയാസം തോന്നി. കൂടെ നിന്ന് ചതിക്കുന്നവളുടെ ശിക്ഷ മരണമാണ്. നിന്റെ തന്തയെ കൊന്ന കടലിൽ താഴ്ത്തിയതും അതിനാ 100 കോടിക്ക് DMന്റെ ഗുഡ്വിൽ അവൻ മാർക്കറ്റ് ചെയ്തു. അതും ഇവളുടെ എൽഡർ ബ്രദറിന് വേണ്ടി. വൈദ്യുവിനെ നോക്കി പറഞ്ഞു തുടങ്ങിയത് അവസാനിപ്പിച്ച മയിലായിരുന്നു. മയ്യും ഒന്ന് ഞെട്ടി. വസിഷ്ഠയാണ് അവൻ ഉദ്ദേശിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. ഓക്കെ, ഇറ്റ്സ് ഓവർ ഗേൾസ്, ഇറ്റ്സ് ഓൾ ഓവർ. നമുക്ക് ഈ ഗെയിം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. സോ 2 ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളിൽ ഒരാൾക്ക് ഈ ജ്യൂസ് എടുത്ത് കുടിക്കാം, മറ്റൊരാൾക്ക്. പറഞ്ഞുകൊണ്ട് അവൻ മുസ്തഫയെ നോക്കി. അതിനർത്ഥം മനസ്സിലായതുപോലെ ഒരു ഗണ്ണെടുത്ത് അവൻ ജ്യൂസ് ഇരിക്കുന്ന ടേബിളായി വെച്ചു. ഇതൊരു സൂയിസൈഡ് പ്ലാൻ ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങളിങ്ങോട്ട് വന്ന്? സോ ഡു ഇറ്റ്. സർ പ്ലീസ്, ഞങ്ങൾ അറിയാതെ ചെയ്ത, വെറുതെ വേണം. ദക്ഷ തിരിഞ്ഞടന്നതേ മൈ ഉറക്കെ കരഞ്ഞോണ്ട് വിളിച്ചു പറഞ്ഞു. പക്ഷേ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കാൻ നോക്കിയവൾ എന്റെ ആരാണെന്നറിയോ? ഷീസ് മൈൻ, മൈ ബെറ്റർ ഹാഫ്. സ്വന്തം പാതിയെ തൊട്ടാ ആ ദേവം പോലും കാലനാവും. അപ്പൊ ഒരു മനുഷ്യനായ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും? സർ, ഇനിയും മടി കാണിച്ച ജയുടെ റൂം ഓപ്പൺ ചെയ്ത് കൊടുത്തേക്ക്. പുറകെ നിന്നും യാചനകളും കരച്ചിലുകളും പിന്നെയും ഉയർന്നെങ്കിലും തിരിഞ്ഞു നോക്കാതെ ദക്ഷ ബേസ്മെന്റിൽ നിന്നും പുറത്തേക്ക് നടന്നു. ബെഡിൽ കിടന്ന് റിങ് ചെയ്യുന്ന ഫോണിലേക്ക് വൈദ്യ ഇനിയും ഇറക്കുന്ന കൈയോടെ നീട്ടി. റിങ് ചെയ്യുന്ന ഫോണിന്റെ ശബ്ദം ഓരോ നിമിഷവും അവന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. ഇനിയും എടുക്കാതിരുന്നാൽ ഉണ്ടായേക്കാവുന്ന സംഭവങ്ങൾ ഓർമ്മയിൽ തെളിഞ്ഞതും ആഞ്ഞൊന്ന് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടവൻ ആ കോൾ എടുത്ത് കാതിലേക്ക് ചേർത്തു. നീ ഇവിടുന്ന് പോയിട്ട് 50 ദിവസം പിന്നിടുന്ന വൈദ്യ. ഇനിയും എനിക്ക് നിന്റെ ലക്ഷ്യത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ. അപ്പുറത്ത് കേൾക്കുന്ന ആജ്ഞ നിറഞ്ഞൊരു പെൺസ്വരം. ഇനി അതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല ഹൈന. കാരണം അയാളുടെ രക്തത്തിലൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. വിറയലോടെ വൈദ്യ പറഞ്ഞു നിർത്തിയതും മറുവശം അവന്റെ വാക്കിൽ തീർത്ത ഞെട്ടലിൽ ശക്തമായൊരു കൊള്ളിയാൻ ഭൂമിയിലേക്ക് വന്ന് പതിച്ചു. എനിക്കെന്തായാലും സന്തോഷമായി മോളെ. അവനൊരു കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നത് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിരുന്നല്ല.
പീലിയെ കാണെ അത്രയും സന്തോഷത്തോടെ മുത്തശ്ശൻ പറഞ്ഞു. അവൾ നേർമയായി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. മുത്തശ്ശനോട് പോലും എന്തിനെന്നറിയാത്തൊരു ദേഷ്യമാണ് തോന്നുന്നത്. ഇത്രമേൽ സന്തോഷമുള്ള കാര്യം ജീവിതത്തിൽ സംഭവിച്ചിട്ടും മനസ്സുറന്ന് സന്തോഷിക്കാൻ കഴിയാത്തതിന്റെ കാരണം അവരൊക്കെയാണ്. അതിലുമേറെ ആരും തുണയില്ലാതെ പോയ തന്റെ പ്രിയപ്പെട്ടവന്റെ മുഖം അവളെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. എന്നിരുന്നാലും മുത്തശ്ശന്റെ മുന്നിൽ മുഖം കറുപ്പൊന്നും കാണിച്ചതുമില്ല. മോളെന്തായാലും റെസ്റ്റ് എടുക്ക്, ആരോഗ്യമൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക. അവളുടെ നെറുകയിൽ തഴുകി പറഞ്ഞതും പീലി സമ്മതം പോലെ തലയാട്ടി കാണിച്ചു. പിന്നെ അടുത്ത് നിൽക്കുന്ന ഗായുവിനൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് മുത്തശ്ശൻ പുറത്തേക്ക് നടന്നു. നീ എന്താ പീലി അദ്ദേഹത്തോടൊന്നും മിണ്ടാഞ്ഞ്? മോശമായില്ലേ അത്? മുത്തശ്ശൻ പോയെന്നുറപ്പായതും ഗായു പീലിയെ കൂർപ്പിച്ച് നോക്കി. ഇത്രയും വർഷം ഞാൻ ചേച്ചിയോട് മിണ്ടാടുന്നതിന്റെ കാരണം എന്തായിരുന്നു? പീലി മറുത്തൊരു ചോദ്യം ചോദിച്ചു. ഗായുവും മൗനമായി. ഏട്ടനെ വേദനിപ്പിച്ചെന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് എത്രയൊക്കെ ഇഷ്ടമുണ്ടായിട്ടും ചേച്ചിയോട് ഞാൻ മിണ്ടാൻ നടന്നു. ഇവിടെ ഇപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് മഹിയേട്ടനെ നോവിച്ചതിന് കണക്കില്ല. ഇനിയിപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിനെ പോലും അംഗീകരിക്കാൻ ആ മനസ്സ് മടിക്കുന്നതിൻ്റെ കാരണം ഇവരൊക്കെയല്ലേ? അങ്ങനെയുള്ളവരോട് ഞാനെങ്ങനെയാ സ്നേഹമെടുപ്പൊക്കെ കാണിക്കേണ്ടത്? മഹിയേട്ടനില്ലാത്തൊരു ബന്ധം എനിക്ക് ആരോടും തോന്നുന്നില്ല ചേച്ചി. എന്നെ വേദനിപ്പിച്ചാൽ ഞാൻ സഹിക്കും. പക്ഷെ എൻ്റെ ഏട്ടനും മഹിയേട്ടനും അവരെ നോവിക്കുന്ന ഒന്നും പുറത്തു കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അതിന് മാത്രം നല്ലവളൊന്നുമില്ല ഞാൻ. പീലി ദേഷ്യത്തോടെ പറഞ്ഞു. ഗായു ഒന്ന് വിശ്വസിച്ചു പോയി. സ്നേഹമാണെങ്കിൽ അത്രയും സ്നേഹമാണ് അവൾക്ക്. ഇനി ദേഷ്യമാണെങ്കിൽ അതും അങ്ങനെ തന്നെ. അപ്പം എന്നോട് ആ സ്നേഹമില്ലായിരുന്നോ? ഗായുവിൻ്റെ സ്വരത്തിൽ ഒത്തിരി പരിഭവം കലർന്നുപോയി. പീലി അവൾ അത്രയും ഇഷ്ടത്തോടെ നോക്കി. ചേച്ചിക്കൊട്ടും കുശുമ്പില്ല അല്ലേ? ഉത്തരം പറ പീലി. എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തന്നെ ഇഷ്ടമാണ് ചേച്ചി. പിന്നെ മിണ്ടാ നടന്ന് ചേച്ചിയുടെ സ്ഥാനത്ത് ഏട്ടനാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ പിണക്ക് മുഴുവൻ ഏട്ടനോടായനെ. കാര്യമായി തന്നെ പീലി പറഞ്ഞു നിർത്തിയതും ഗായു അവളെ നോക്കാതെ മുഖം മാറ്റി. തനിക്കും വിഷ്ണുവിനിടയിൽ നടന്ന് ഒരിക്കലും ഇവൾ അറിയരുതെന്ന് ഗായുവിന് നിർബന്ധമുണ്ടായിരുന്നു. ഒരിക്കലും തൻ്റെ പേരിൽ ഏട്ടനും അനിയത്തിയും പിണങ്ങേൽക്കാൻ പാടില്ല. സംഭവിച്ചെല്ലാം തന്നെ ഒത്തിരി വേദനിപ്പിച്ചിരുന്നെങ്കിൽ പോലും ഈ നിമിഷം താൻ ഒരുപാട് സന്തോഷവതിയാണ്. പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ആൾ ഒപ്പമുള്ളപ്പോൾ കഴിഞ്ഞു പോയതെല്ലാം മറ്റാരുടെയോ ജീവിതമായിരുന്നു എന്ന് തോന്നും. ചേച്ചി ഇത് എന്താലോചിച്ചിരിക്കുക? കാര്യമായി ചിന്തിച്ചു കൂട്ടുന്നവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പീലി ചോദിച്ചു. ഗായു അതിന് മറുപടി എന്തോ പറയാനൊരുങ്ങുമ്പോഴേക്കും ദക്ഷു വാതിൽ തുറന്ന് അങ്ങോട്ട് വന്നിരുന്നു. പീലിയും ഗായു ഒരുപോലെ വാതിൽക്കിലേക്ക് നോക്കി. ഗായു അവനെ കണ്ടതും പീലിയും നോക്കി പോവാന്ന് ചുണ്ടനക്കി വേഗത്തിൽ പുറത്തേക്ക് നടന്നു. ഗായുവിന്റെ ഓട്ടം കാണെ അവൾ അറിയാതെ തന്നെ പുഞ്ചിരിച്ചു പോയി. മയ്യേട്ടൻ എന്താ ചേച്ചിയോടൊന്നും മിണ്ടാത്തേ? ചേച്ചിക്ക് മയ്യേട്ടന് വലിയ പേടിയാ. പീലി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതേ ചുണ്ടിലൊരു ചിരി പോലും ഇല്ലാതെ അവൾക്കടുത്തായി ബെഡിൽ അവന് സ്ഥാനം പിടിച്ചു. പീലി ഒരു ചിരിയോടെ പതിയെ അവൻ അഭിമുഖമായി ചിരിഞ്ഞു കിടന്നു. ആ നിമിഷം തന്നെ ദക്ഷ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് ഇറുകെ പുണർന്നു. പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് സ്റ്റെക്കായെങ്കിലും പിന്നെ പതിയെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടതൂർന്ന് അവൻ്റെ മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചു. നീ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുക. അവൻ്റെ ശ്വാസച്ചൂട് ഇട്ടിരിക്കുന്ന വസ്ത്രത്തെയും കടന്ന് അവളുടെ ഉടലിൽ അറിഞ്ഞു. പീലി കൗതുകത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ അടച്ച് കിടപ്പാണ്. എങ്കിലും ഗൗരവം മാത്രമാണ് ഇപ്പോഴും ആ മുഖത്ത്. വൈകാ, എന്തിനാപ്പം ഇങ്ങനൊരു ചോദ്യം? എൻ്റെ ജീവനാന്ന് മയ്യേട്ടൻ അറിയില്ലേ? ഈ നിമിഷം പോലും ആ പ്രണയം ഇരട്ടിയായതുപോലെയാ. അവളുടെ വാക്കുകളിൽ പോലും തന്നോടുള്ള പ്രണയം നിറയുന്നത് അവൻ അറിഞ്ഞു. അതിന് കാരണം ഈ കുഞ്ഞാണോ വൈക? അവളെ പുണർന്ന കൈകളിൽ ഒന്ന് അവളുടെ ഉദരത്തിൽ മെല്ലെ അമർന്നു. ശരീരമൊന്നാകെ പടർന്നു കയറിയ അനുഭൂതിയോടെ അവൾ ആ കൈയിൽ തൊട്ടു. പീലിയുടെ കണ്ണ് നിറയുന്നതിനൊപ്പം ചുണ്ടുകൾ വിടർന്നു. അത്രമേൽ ആഗ്രഹിച്ച നിമിഷമാണ്. അവനൊന്ന് കുഞ്ഞിനെ തൊട്ടിരുന്നെങ്കിലെന്ന് കൊതിച്ചുപോയ നിമിഷം. അതെ, നമ്മുടെ കുഞ്ഞല്ലേ. അപ്പം ആ ഇഷ്ടം കൂടി മയ്യേട്ടനോട് എനിക്ക് തോന്നില്ലേ? അത്രമേൽ പ്രണയത്തോടെ അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെറുകയിൽ അമർന്നു. അടങ്ങാത്ത പ്രണയം എന്താണെന്ന് അവന് അനുഭവിച്ചറിയുകയാണ്. അത്രയും കരുതലോടെ തീവ്രമായി അവൾ അവനെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. അവൻ്റെ ഹൃദയം തന്നെ പിടിച്ചു വെക്കും പോലെ. നാളെ വിഷ്ണു വന്നു കഴിഞ്ഞാൽ അവനൊപ്പം തിരിച്ചു പോകുമ്പോൾ ഈ കുഞ്ഞ് നിനക്കൊരു ബാധ്യതയാവും വൈക. മുഴക്കമുള്ള അവൻ്റെ ശബ്ദം അവനെ തഴുകിക്കൊണ്ടിരുന്ന അവളുടെ കൈകൾ പൊടുന്നതിന് നിശ്ചലമായി. എന്താ പറഞ്ഞേ? താൻ കേട്ട് തെറ്റിയെന്നൊരു പെടസിലോടെ പീലി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളെ നോക്കാതെ കണ്ണുകൾ അടച്ച് കിടപ്പാണ് ദക്ഷ അപ്പോഴും. മഹേണ്ണ എന്താ പറഞ്ഞേ? അത്രമേൽ നേർന്നു പോയവളുടെ ശബ്ദം അവൻ്റെ നെഞ്ചുലക്കും വിധം. 1 ഇയർ അവസാനിപ്പിച്ചു പോകുമ്പോൾ എൻ്റെതായ ഒന്നും നിന്നിൽ അവശേഷിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഭാമാറ്റങ്ങളൊന്നുമില്ലാതെ ദക്ഷ അവളെ കണ്ണു തുറന്ന് നോക്കി. പെയ്യാൻ വെമ്പി നിൽക്കുന്ന മിഴികളോടെ പീലി അവനെ ഇമച്ചിമാതെ നോക്കുന്നുണ്ട്. അവളുടെ നെഞ്ചിടിക്കുന്ന വേഗം അവന് വ്യക്തമായി കേൾക്കാം. എന്താ പെട്ടെന്നിങ്ങനെ? എന്നെ മടുത്തുപോയോ? ചോദിക്കുമ്പോൾ കൈക്കുള്ളിൽ ഒതുങ്ങിയ അവളുടെ കുഞ്ഞ് ശരീരത്തിന്റെ വിറയിൽ അവൻ അറിഞ്ഞു. അവളുടെ ജീവൻ പിടയുന്നുണ്ട്.
കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിപ്പോകുമ്പോഴും ആർത്ത് കരയാതിരിക്കാനായി അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. അത് കണ്ടിട്ട് അവനൊന്നും മിണ്ടിയില്ല. ഞാൻ പറ്റിക്കുകയാണോ? വെറുതെ പറയില്ലേ, എനിക്കറിയാം. ഞാനില്ലാണ്ട് ജീവിക്കാൻ വയ്യാണ്ട് പറ്റില്ല. അവളുടെ കൈകൾ അവനിൽ അമർന്നു മുറുകി. ഞാൻ ഒരു കാര്യവും വെറുതെ പറയാറില്ല വൈക. അവളിലുള്ള പിടിയച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റിരുന്നു. പീലി അപ്പോഴൊന്ന് ചലിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഒരു ദുസ്വപ്നം പോലെ. അതിൽ സത്യമേതും മിഥ്യേതും തിരിച്ചറിയാനാവുന്ന പോലുമില്ല. ഏയ് ഡോണ്ട് ക്രൈ, ഇത്രയ്ക്ക് സില്ലിയാവരുത്. വൈകയ്ക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. ആദ്യമായി കണ്ട ദക്ഷമായേശ്വറിലേക്ക് തിരിച്ചടക്കുന്ന പോലെയാണ് പീലിക്ക് ആ നിമിഷം തോന്നിയത്. ഇനി നിലക്കാത്ത പിടപ്പോടെ അവൾ ആ മുഖത്തേക്ക് നോക്കി. 1, ജീവിതകാലം മുഴുവൻ എൻ്റെ ഭാര്യയായി DM-ലെ റാണിയായി ജീവിക്കാം. പക്ഷെ 1 കണ്ടീഷൻ, ഈ കുഞ്ഞെന്ന കാര്യം നീ എന്നേക്കുമായി മറക്കണം. വല്ലാത്തൊരു പകപ്പോടെ അവൾ ആ കണ്ണിലേക്ക് നോക്കി. 2, നിനക്ക് ഈ കുഞ്ഞിനെ വേണമെന്നാണെങ്കിൽ എന്നേക്കുമായിട്ട് എന്നെ ഉപേക്ഷിച്ച് നിനക്ക് നിന്റെ ചേട്ടൻ്റെ കൂടെ തിരിച്ചു പോവാം. ഏത് വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുക. ഞാനോ ഈ കുഞ്ഞോ, 2-ലൊരാളെ ഇനിയുള്ള നിന്റെ ജീവിതത്തിലുണ്ടാവും. അവളുടെ പിടുത്തമെല്ലാം അയച്ചുകൊണ്ട് അവന്റെ ശബ്ദം വല്ലാതെ ഉയർന്നുപോയി. പീലി ദയനീയമായി അവനെ നോക്കി. നേരത്തെ എല്ലാം പറഞ്ഞല്ലേ, നമ്മള് മൈയുടെ സമ്മതിച്ചല്ലേ, എന്നിട്ടും എന്തിനാ? ഞാൻ സമ്മതം പറഞ്ഞിട്ടില്ല വൈക. എന്റെ മൗനത്തെ നീ സമ്മതമെന്ന് തെറ്റിദ്ധരിച്ചു. അതിൽ എന്റെ തെറ്റെവിടെയാ? നൗ ഇതാണ് എന്റെ ഡിസിഷൻ. ഇനി തീരുമാനിക്കേണ്ടത് നീയാണ്. ഇനിയും ലോകം കാണാത്ത ഈ കുഞ്ഞിനെ വേണോ, അതോ നിന്റെ പ്രണയമായ ഞാൻ വേണോ? ചോയ്സ് ഈസ് യുവേഴ്സ്. അവളുടെ മുഖത്തേക്ക് നോക്കി നിസ്സാരമായി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. പറഞ്ഞിട്ട് പോയ വാക്കുകളുടെ ആഘാതത്തിൽ നിന്നും ഇനിയും പുറത്തു വരാൻ കഴിയാതെ പീലിയും ഏറെ നേരം പീലായി ഇരിപ്പ് തുടർന്നു. അവൻ പറഞ്ഞിട്ട് പോയെന്ന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലെ. ഒന്ന് ആർത്ത് കരയാൻ തോന്നുന്നുണ്ട്. ഇത്രയും ദിവസം നീണ്ടു നിന്ന സന്തോഷങ്ങൾക്കെല്ലാം അറുതി വന്നിരിക്കുന്നു. അവനു വേണ്ടി കുഞ്ഞിനെയോ കുഞ്ഞിനു വേണ്ടി അവനെയോ ഉപേക്ഷിക്കാൻ തനിക്ക് കഴിയില്ല. സങ്കടം കൊണ്ട് അവളുടെ ഉള്ളം വിങ്ങി. അവനില്ലാതെ, അവനെ കാണാതെയുള്ള ജീവിതം അവളൊന്ന് ചിന്തിച്ചു നോക്കി. ആഴമുള്ള മുറിവിൽ വീണ്ടും കുത്തി നീട്ടുന്ന പോലൊരു വേദന. ഹൃദയം തുടിക്കുന്നുണ്ടെന്ന് പോലും അവൾക്ക് തോന്നിയില്ല. ചുറ്റുമുള്ള ലോകം തന്നെ നിശ്ചലമായതുപോലെ. ഭ്രാന്ത് പിടിക്കുന്ന പോലെ മുടിൽ കോർത്തു വലിച്ചുകൊണ്ട് മുട്ടിൽ മുഖമമർത്തി കരഞ്ഞു. അവളുടെ കരച്ചിൽ കേൾക്കുന്തോറും അവന്റെ കൈകൾ റെയിലിങ്ങിൽ മുറുകി. ആ സൂര്യനോളം താപം അവനിലും ഉയർന്നു. ചുവന്നു കലങ്ങിയ അവന്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം മാത്രമായിരുന്നു. പക്ഷേ ചില വിധികൾ മുൻകൂട്ടി കണ്ടാൽ ദൈവത്തിന് പോലും തിരുത്താൻ കഴിയാതെ വരും. അങ്ങനെ തിരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ സതിയെ നഷ്ടപ്പെട്ട മഹാദേവൻ ഭ്രാന്തനെ പോലെ അലയുമായിരുന്നില്ല. ഭഗവാൻ കൃഷ്ണനും രാധയും ആ വിധിയെ മറികടന്ന് ഒന്നിച്ചേനെ. രാമനും സീതയെ നഷ്ടപ്പെടില്ലായിരുന്നു. ദക്ഷ തന്റെ മിഴികൾ ഇറുകെ അടച്ചു. ഒരിക്കൽ കണ്ട സ്വപ്നം വീണ്ടും കൺമുമ്പിൽ തെളിയുന്ന പോലെ. നിലാവിൽ തിളങ്ങുന്ന വാൾ തന്റെ പ്രണയത്തിൽ കുതിർന്നു പോയവളിലേക്ക് ആരോ ആ വാൾ കുത്തിയിറക്കുന്നു. ഇനിയും ഒരിക്കൽ കൂടി ആ ദൃശ്യം കാണാൻ വയ്യാത്ത പോലെ അവൻ മുഖമൊന്ന് വെട്ടിച്ചു. അവളിൽ തുളച്ചു കയറിയ ആ വാളിൻ തുമ്പിൽ ഇന്ന് തന്റെ കുഞ്ഞിന്റെ ജീവനുണ്ട്. അവൻ ഉള്ളമൊന്ന് വിറച്ചു. ഇനിയും തേങ്ങലുകളായി നേർത്തുപോയ അവളുടെ സ്വരം മാത്രം അവൻ കാതിൽ കേട്ടു. അടുത്ത നിമിഷം ഒരു കാറ്റുപോലെ അവൻ റൂമിനുള്ളിലേക്ക് പാഞ്ഞു. മുട്ടിൽ മുഖമമർത്തി കരയുന്നവളെ കാണെ ദക്ഷ അവളെ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടിറുകെ പുണർന്നു. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് വൈക, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. കാതിൽ മുഖമടിപ്പിച്ചുകൊണ്ട് അവൻ മുരളുന്ന പോലെ പറഞ്ഞു. അവന്റെ ചേർത്ത് പിടിക്കലിൽ നിശ്ചലമായ അവളുടെ ഉടൽ. അടുത്ത നിമിഷം എന്തോർത്ത പോലെ അവനിൽ നിന്ന് കുതിരിമാറാനായി അവൾ ശ്രമിച്ചു. ആ ശ്രമങ്ങളൊക്കെയും അവന്റെ കൈക്കുള്ളിൽ തന്നെ ഒടുങ്ങി. വിടന്നെ, എന്നോട് പോകാൻ പറഞ്ഞില്ലേ? എന്നെ നമ്മുടെ കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? കൊല്ലാൻ പറഞ്ഞില്ലേ? ദേഷ്യത്തോടെ പറഞ്ഞു തുടങ്ങി അവളുടെ സ്വരമിടറി. കരച്ചിലോടെ അവൾ അവന്റെ നെഞ്ചിൽ മുഖമമർത്തി. എനിക്ക് നിങ്ങളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അതിനുവേണ്ടി ഒരു കുഞ്ഞിനെ കൊല്ലാനും പറ്റില്ല. പകരം ഞാൻ സ്വയം അവസാനിപ്പിച്ചോളാം. അത്രയും ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പീലി വിളിച്ചു പറഞ്ഞതും ദക്ഷിന്റെ കൈകൾ അവളിൽ ശക്തമായി മുറുകി. നെഞ്ചിരിക്കാൻ പോലും മറന്നു. ഇങ്ങനൊരു മറുപടി അവളിൽ നിന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് സത്യം. വൈക, എന്റെ കുഞ്ഞിനോട് ഞാൻ തെറ്റിയാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിനെ ജനിപ്പിച്ച് ഞാനില്ലാണ്ടായ എൻ്റെ കുഞ്ഞിനുണ്ടാകാൻ പോകുന്നത് നിങ്ങളെ പോലൊരു ചൈൽഡ്ഹുഡ് ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന അമ്മയെ തന്നെ നിങ്ങൾ പഴിക്കുന്ന പോലെ നാളെ എൻ്റെ കുഞ്ഞിനെ വെറുക്കും. എനിക്കതൊന്നും. വീണ്ടും അവൾ എന്തൊക്കെയോ പറഞ്ഞു. ആ നിമിഷം വാക്കുകൾ നഷ്ടപ്പെട്ടു പോയത് അവനാണ്. നിങ്ങൾ എങ്ങനെ വേണേലും ജീവിച്ചു,
കൊല്ലേ സമ്പാദിക്ക്, എന്താന്ന് വെച്ചാ ചെയ്തോ. തെറ്റുപറ്റി പോയത് എനിക്ക്, സ്നേഹിച്ച് തോറ്റുപോയത് ഞാനാ. പറയുന്നതിനൊപ്പം കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലായി അവൾ മുഖമിട്ടുരച്ചു. അത്രയും നേരം മുറുകിയുന്നവന്റെ മുഖം പെണ്ണിന്റെ ആ പ്രവൃത്തിയിൽ അയഞ്ഞു. ഇരുവൈകൾ കൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കി അവനൊരു കിളിക്കുഞ്ഞിനെ പോലെ നെഞ്ചിൽ അടക്കി പിടിച്ചു. ദുഷ്ടനമായിട്ട് ഒട്ടും സ്നേഹിക്കാൻ അറിയില്ല, പ്രണയിക്കാനും അറിയില്ല. ഭാര്യയല്ലേ ഞാൻ. എന്നെ എങ്ങും പറഞ്ഞുമില്ലെന്ന് വാക്ക് തന്നിട്ട് ഇപ്പൊ എല്ലാം തെറ്റിച്ചു. സങ്കടം സഹിക്കാനാവാതെ അവളുടെ ഉടൽ പോലും വിറച്ചു. ദക്ഷിന്റെ മുഖം അവളുടെ മൂർത്താവിൽ അമർന്നു. ഡോണ്ട് ക്രൈ. അവന്റെ ശബ്ദം നേർന്നു. കരയും, എന്നെങ്ങനെ കരയിപ്പിക്കുന്നു എന്നെ നിങ്ങളാ. എന്നിട്ടിപ്പോ അന്ന് തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഇനിയൊരിക്കലും വിട്ടുപോരുത്തുന്ന സത്യം ചെയ്യിപ്പിച്ച മയ്യേട്ടനല്ലേ. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും മോഹിക്കില്ലായിരുന്നു. എന്റെ നില മറന്നുപോയില്ലായിരുന്നു. എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഉയരത്തിൽ നിൽക്കുന്ന ആളെ മോഹിച്ചത് എന്റെ തെറ്റ്. മുമ്പ് പറഞ്ഞിട്ടില്ലേ ഏട്ടന് വേണ്ടി നിങ്ങൾക്ക് പകരം ആരായിരുന്നാലും ഞാനിങ്ങനെ. അത്രയും സമയം നിശബ്ദനായി നിന്നിരുന്ന ദക്ഷിന്റെ ശബ്ദം ആ 4 ചുമരുകൾക്കുള്ളിൽ വല്ലാതെ ഉയർന്നുപോയി. പീലി പേടിയോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. ദക്ഷിന്റെ മുഖം വലിഞ്ഞു മുറുകുന്നതും ചുവക്കുന്നതുമെല്ലാം അവൾക്ക് നോക്കാതെ തന്നെ മനസ്സിലായി. എത്ര ധൈര്യമുണ്ട് നിനക്ക് എന്നോടിങ്ങനെ? ഞാനാണോ പറഞ്ഞേ? ആണോ? പേടിയുണ്ടെങ്കിൽ പോലും ആ സമയം അവളുടെ ദേഷ്യവും സങ്കടവും തന്നെ മുന്നിട്ട് നിന്നു. ദക്ഷിന്റെ കൈകൾ അവളുടെ ഇരു കൈ തുടകളിലുമായി മുറുകി. വേദന കൊണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു. എന്റെ ദേഷ്യം നിനക്ക് നല്ലതിനാവില്ല വൈക. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.